അതെ, നിങ്ങൾ ആരും പെണ്ണുങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാനല്ല പാചകം ചെയ്തതെന്ന് ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സകല ഇമേജും പോവും. പിന്നെ ഞാൻ അവരുടെ മുന്നിൽ ആകെ തോറ്റു പോവും. എൻ്റെ ഏട്ടൻ ഇനി പ്രത്യേകിച്ച് തോറ്റു പോവേണ്ട ഒരു കാര്യവുമില്ല. ഏട്ടൻ ഇപ്പം തന്നെ തോറ്റ് തൊപ്പിയിട്ടല്ലേ നിൽക്കുന്നത്. നമ്മുടെ അനിയാട്ടോ പറയുന്നത്. നമ്മുടെ ആദർശനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഉടനെ ഏട്ടാ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ആദർശ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എല്ലാവരും പെണ്ണുങ്ങളെല്ലാവരും കൂടി വന്ന് അനന്തപുരിയുടെ മുറ്റത്ത് നിൽക്കുകയാണ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ വെറുതെ ഒരു ജോക്ക് അടിച്ചതാണ്. നവ്യ പറയുകയാണ്, ഇനി മുതൽ അതായത് പാചകം ചെയ്തതിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് മുത്തശ്ശിയൊക്കെ പറയണം നല്ല മണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്വസിക്കുകയാണ്. നല്ല മണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പാവം നവ്യ പറയുകയാണ്, ഇനി മുതൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീട്ടിലെ ആണുങ്ങളെ തന്നെ സ്ഥിരമായിട്ട് പാചകത്തിന് അങ്ങ് നിർത്താം എന്നിങ്ങനെ പറയുമ്പോൾ നവ്യയോട് നമ്മുടെ ദേവയാനി ചോദിക്കണം, നിനക്ക് ഈ വീട്ടിലെ ആണുങ്ങൾ പാചകം ചെയ്ത് തരണം അല്ലേടി? അർഹതയില്ലാത്തടുത്ത് വലിഞ്ഞു കയറി വന്നതും പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. സ്ഥിരം ഡയലോഗുകളൊക്കെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. എന്നിട്ട് ദേവയാനി സ്ഥിരം പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, നിൻ്റെയൊക്കെ സ്ഥാനം എന്താണെന്നറിയാമോ? ഇനി ഒരു പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് വരുന്നതാണ് ഈ കുടുംബത്തിൻ്റെ മരുമകൾ. നീയും നിൻ്റെ അനിയത്തിയും അവൾക്ക് പാദസേവ ചെയ്യണം. അവളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ നവ്യ പറയണ, അതിന് എനിക്ക് അടുക്കളപ്പണിയൊന്നും വശമില്ല. ഉടനെ നമ്മുടെ ദേവയാനി പറയണം, പിന്നെ നിനക്ക് എന്തുവാടി നിനക്ക് പിന്നെ അറിയാവുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ ജലജ പറയണം, ഇവളൊക്കെ കൂടിയ കുമ്പത്തുനിന്ന് വന്ന ആളുകളല്ലേ, അതുകൊണ്ട് ഇവക്കൊന്നും ഒന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയണം, നിനക്ക് എന്ത് അറിയാം എന്ത് അറിഞ്ഞൂടാന്നുള്ളതല്ല, എന്താണ് നമ്മുടെ അനാമിക മോള് വരുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും നീയൊക്കെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്, എന്തിനാ അമ്മായി വെറുതെ ആവശ്യമില്ലാതെ ഇതൊന്നും എന്നോട് സംസാരിക്കാൻ വരണ്ട. അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നയനയോട് പറഞ്ഞാൽ മതി, എന്നോട് സംസാരിക്കാൻ വരണ്ട എന്ന് പറയണം. അപ്പോൾ ഉടനെ ജലജ പറയണം, എൻ്റെ ഏട്ടത്തി ഇവളോട് സംസാരിച്ചാലുണ്ടല്ലോ ഇവള് ചിലപ്പോൾ നമ്മളെ കൊല്ലുമായിരിക്കും. ഞാൻ അങ്ങനെ ആരെയും കൊല്ലുകയും തിന്നുകയും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആ നിലവാരത്തിലുള്ള മറുപടിയെ തിരിച്ചങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയണം, ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ ആരും തർക്കിക്കുകയൊന്നും വേണ്ട. എന്തായാലും നല്ലൊരു മണം വരുന്നുണ്ട്. മണം മൂക്കിലടിച്ചിട്ടേ എൻ്റെ വിശപ്പ് ഇരട്ടിയായി. ഇത്തിരി എന്തെങ്കിലും തിന്നേ പറ്റൂ. എല്ലാവരും കൂടി വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളെല്ലാവരും കൂടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അതേസമയം പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ആദർശും ജയനും എല്ലാവരും കൂടി ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി പറയുകയാണ്, നമ്മൾ ഇങ്ങനെ മാറിയിരുന്ന മതിയോ? അവിടെ അഭിയേട്ടൻ എല്ലാം പാത്രങ്ങളിലേക്ക് പകർന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കതെടുത്ത് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയണം, അതേ ഇവിടെ വരുമ്പോഴത്തേക്കേ എല്ലാവരിടത്തും ഞാനാണ് ഈ പാചകം നടത്തിയതെന്ന്, ഇതിൻ്റെ മേൽനോട്ടവും എല്ലാം എൻ്റെ റെസിപ്പി ആയിരുന്നെന്ന് മാത്രമേ പറയാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലുണ്ടല്ലോ ഞാൻ ചമ്മി നാറിപ്പോവും. മാത്രമല്ല നയനയുടെ മുന്നിൽ ഞാൻ തോറ്റുപോവും. അത് എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ അനി ചോദിക്കണേ, എൻ്റെ ഇനി ഏട്ടത്തിയുടെ മുന്നിൽ ഇനി പ്രത്യേകിച്ച് എന്താ തോക്കാനായിട്ട്? ഇപ്പം തന്നെ തൊപ്പിയിട്ടിരിക്കുകയല്ലേ, പിള്ളസാർ വന്നില്ലെങ്കിലേ കാണായിരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശമാണ്, അനി മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ നീ? അപ്പോൾ അനി പറയണം, അയ്യോ ഞാൻ മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആദർശ് വീണ്ടും പറയാണ്, അച്ഛനും ചെറിയച്ഛനും ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്തും അമ്മയുടെ അടുത്തും വരുന്ന ആരെടുത്തും ഒരു സ്ത്രീകളുടെ അടുത്തും പറഞ്ഞു കൊടുക്കരുത്. പാചകത്തിൻ്റെ ഏർപ്പാടൊന്നും ഞാനല്ല എന്നുള്ള കാര്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സകല ഇമേജും പോവും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ജയൻ പറയണേ, എടാ മോനെ നീ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതൊക്കെ അച്ഛൻ തീരുമാനിക്കും ഇത് പറയണോ പറയണ്ടേന്ന്. കൊച്ചുമോനെ സംരക്ഷിക്കണോ വേണ്ടേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാലേ അത് അച്ഛൻ്റെ കയ്യിലായി ഇരിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാനും പറയാനും ഒന്നും നമുക്കാർക്കും പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയണം. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയണം. അങ്ങനെ അതേ സമയത്ത് പെണ്ണുങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞു. എല്ലാവരും അകത്തേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരെയും ഇരുത്തിയിട്ട് ഭക്ഷണം വിളമ്പുകയാണ്. അപ്പോൾ മുത്തശ്ശിക്കാണ് ഫസ്റ്റ് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മുത്തശ്ശി അത് കാണുമ്പോൾ തന്നെ എന്താ മണം,
നല്ല രുചിയുള്ള മണം വരുന്നുണ്ട് എന്നിങ്ങനെ പറയണേ. എന്നിട്ട് മുത്തശ്ശി വിരവി കഴിക്കുകയാണ്. കുറച്ച് കഴിച്ചിട്ടാണ്, ഓ ഇത്രയും നല്ല ഭക്ഷണം ഇത് സത്യത്തിൽ ആദർശാണോ വെച്ചത്? മുത്തശ്ശിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആദർശാണ് ഇത് വെച്ചതെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആദർശ് പറയണം, അതേ മുത്തശ്ശി ഞാനാ വെച്ചത്, എൻ്റെ റെസിപ്പിയായത്, എൻ്റെ സ്വന്തം റെസിപ്പി. അപ്പം നയനയാണെങ്കിൽ ഇങ്ങനെ ആകെ ഡൗട്ട് അടിച്ചിങ്ങനെ ഇരിക്കണം. നയന ആദർശിനോട് ചോദിക്കണം, സത്യം പറ, ഇത് ആദർശേട്ടൻ്റെ റെസിപ്പിയൊന്നും അല്ല, ആദർശേട്ടന് ഇത്രയും നന്നായിട്ട് വെക്കാനൊന്നും പറ്റില്ല, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പോലും പറ്റില്ല, പിന്നെയാണിത്. ആദർശേട്ടനാണെങ്കിൽ അടുക്കള പണിയൊന്നും അറിഞ്ഞും കൂടാ, പിന്നെ എങ്ങനെ ഇത്രയും നന്നായിട്ട് വെച്ചു? അതെ, കുശുമ്പ് പറയാതെ വാരി തിന്നിട്ട് എണീച്ച് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയണം നയനയോട്. അപ്പം നമ്മുടെ നവ്യയാണെങ്കിൽ ഇങ്ങനെ വിരവിയിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത്, എല്ലാവരും മൂക്കിൻ്റെ അടുത്താണ് ആദ്യം കൊണ്ടുപോകുന്നത്, എന്നിട്ടാണ് വായിക്കകത്തേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട്, ഹായ് എന്താ മണം, ഇതെന്തായാലും എണ്ണയുടെയും മസാലയുടെയും ഒന്നും മണമൊന്നും അല്ല, ഇത് നന്നായിട്ട് എല്ലാം പാകത്തിനായതിൻ്റെ ഒരു മണമാണ്. അങ്ങനെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭക്ഷണത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയണം, ആദർശേ ഇതിനുണ്ടല്ലോ നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇത്രയും നന്നായിട്ട് നിങ്ങൾ പാചകം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇനി തൊട്ട് മാസത്തിൽ 2-3 ദിവസം നിങ്ങൾ ആണുങ്ങൾ തന്നെ ഇവിടെ അടുക്കളയിൽ കയറണം, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പി തന്നേ പറ്റൂ, ഇത്രയും നല്ല ഭക്ഷണം നമ്മൾ എന്തിനാ മിസ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പെട്ടു. അപ്പോൾ ഉടനെ ജയൻ നൈസിനങ്ങ് വിളിക്കുകയാണ് ആദർശിനെ. എന്നിട്ട് പറയണം, ആദർശേ ആവശ്യമില്ലാത്ത നീ ഓരോരോ കാര്യങ്ങളൊന്നും ചെന്ന് പൊങ്ങലടിച്ചു കൊടുക്കല്ലേ. കാരണം അവസാനം ഉണ്ടല്ലോ ഈ പാചകം നമ്മുടെ തലയിൽ അങ്ങനെ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പാചകത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടേ വെറുതെ ആവശ്യമില്ലാതെ ഒന്നിനും പോവല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണ്, എന്നാലും ഇപ്പം നമുക്കൊന്ന് ഗമയിൽ നിൽക്കാൻ പറ്റിയൊരു ചാൻസ് ആയിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ആ ചാൻസ് പോവോ? അപ്പോൾ പറയണേ, വേണ്ടടാ ആദർശേ ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയണം. അങ്ങനെ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നയന പറയുകയാണ്, ആദർശേട്ടാ ഈ ഭക്ഷണത്തിന് എന്തായാലും ഒരു നാടൻ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇല്ല, ഇത് നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ഒരു കറി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അജയൻ. അപ്പോൾ മുത്തശ്ശി പറയണ, അല്ല മോളെ, ദേ ഈ കറി ഉണ്ടല്ലോ ശരിക്കും നാടൻ കറി തന്നെയാണ്, എന്തൊരു രുചിയാണെന്ന് അറിയാമോ എന്നിങ്ങനെ പറയണം നമ്മുടെ മുത്തശ്ശി. അപ്പോൾ എന്നിട്ട് നമ്മുടെ മുത്തശ്ശി പറയണ, കറികൾക്കൊക്കെ ഒരു ഇത്തിരി മധുരം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കറികളെല്ലാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയണ, മുത്തശ്ശി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും ഇത്തിരി മധുരം ചേർത്തതാണ്, നമ്മൾ വലിയ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി മധുരം കാണുമല്ലോ എന്നിങ്ങനെ പറയണ. അപ്പോൾ ദേവയാനി പറയണ, എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കൊണ്ടും ആദർശിനെ. ഉടനെ നമ്മുടെ മുത്തശ്ശിയാണ് പറയുന്നത്, എല്ലാം കൊണ്ടും ആദർശ് തന്നെയാണ് ഏത് കാര്യത്തിനും യോഗ്യൻ, കമ്പനി കാര്യത്തിനായാലും വീട്ടുകാര്യത്തിനായാലും. അതുപോലെ ആദർശിനെ ഏത് കാര്യം ഏൽപ്പിച്ചാലും ആദർശ് അതിലെല്ലാത്തിലും ആദർശിൻ്റെ കഴിവ് തെളിയിക്കും. അതുപോലൊരു ഭാര്യയാണ് ആദർശിനും കിട്ടിയത്. അവർ 2 പേരും ഒരുമിച്ച് നിന്നാലുണ്ടല്ലോ ഈ ലോകം തന്നെ കീഴ്മേൽ മറിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളൊക്കെ അടിച്ചിറക്കുകയാണ്. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ വീടാണ്. നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി ചെല്ലുകയാണ്. അനിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിന് നല്ല സങ്കടം തോന്നുകയാണ്, കണ്ണുകളൊക്കെ നിറഞ്ഞു വരികയാണ് നമ്മുടെ നന്ദുവിൻ്റെ. അപ്പോൾ അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അനി ചെല്ലുമ്പോഴത്തേക്ക് നന്ദു ചോദിക്കുകയാണ്, എന്തിനാ അനി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയൊന്നും ഇല്ല, നീ പോ അനി എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണേ, എന്തിനാ നന്ദു നീ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്, ഞാൻ അതിന് വേറെ മോശമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നന്ദു ഞാൻ വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നയനേട്ടത്തി അന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായത്. നിൻ്റെ മനസ്സിൽ എന്നോട് നല്ല സൗഹൃദം മാത്രമാണുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിനെ മാറ്റാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് തീർത്ത് നിന്നെ മാറ്റാനൊന്നും പറ്റിയിട്ടില്ല നന്ദു. പിന്നെ വിവാഹമൊക്കെ കഴിയുമ്പോൾ പതുക്കെ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയണേ. അപ്പോൾ നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷെ നന്ദു അത് പുറമെ കാണിക്കുന്നില്ല. അപ്പോൾ ഉടനെ നമ്മുടെ അനി പറയുകയാണ്, എന്തായാലും ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവർക്കും വിവാഹ വസ്ത്രമൊക്കെ എടുത്തായിരുന്നല്ലോ, അപ്പോൾ നന്ദുവിന് ഒരെണ്ണം എടുത്തുകൊണ്ട് തരണമെന്ന് തോന്നി. നന്ദുവിൻ്റെ നല്ല ഫ്രണ്ടല്ലേ, അപ്പോൾ എൻ്റെ കല്യാണത്തിന് നന്ദുവിന് എൻ്റെ കൈ കൊണ്ടൊരു ഡ്രസ്സ് തരണ്ടേ എന്നിങ്ങനെ പറയണേ. അപ്പോൾ നന്ദുവിന് അത് കേൾക്കുമ്പോൾ തന്നെ വിഷമാവുകയാണ്. അപ്പോൾ നന്ദു പറയണേ, അതിൻ്റെ ആവശ്യമില്ല അനി, എനിക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ആദർശേട്ടൻ ഇവിടെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അതിനെന്താ നന്ദു
ഇതെൻ്റെ വിവാഹമല്ലേ, ഇതൊരെണ്ണം നിനക്കിരിക്കട്ടെ, ഞാനല്ലേ തരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്ദു മേടിക്കുകയാണ്. നന്ദു മേടിക്കുമ്പോൾ നന്ദുവിനൊരു വല്ലായ്ക തോന്നുന്നു, മേടിച്ചിട്ട് ഒരു വിഷമം തോന്നുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, നന്ദു എന്തായാലും നീ വിവാഹത്തിന് 2 ദിവസം മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നീയും അച്ഛനും കൂടി. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടല്ലോ, പക്ഷേ നീ വരില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നീ തലേ ദിവസമെങ്കിലും നിനക്ക് വന്നുകൂടെ അച്ഛനെയും കൂട്ടിയിട്ട് എന്ന് പറയണം. അപ്പോൾ നന്ദു പറയാണ്, ശ്രമിക്കാം അനി, നോക്കട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണ്, ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ അത് മാത്രമല്ല എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ മേടിച്ചു തന്ന ഈ സാരി ഉടുത്തിട്ട് വേണം നീ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട്. അത് കേൾക്കുമ്പോൾ വിഷമം തോന്നുകയാണ് നന്ദുവിന്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തിന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അനിയെ അവിടെ വെച്ച് കാണുമ്പോഴത്തേക്ക് ഗോവിന്ദന് പെട്ടെന്നൊരു ഷോക്ക് ആവുകയാണ്. ഗോവിന്ദൻ ഇനി എന്താണ് സംഭവം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇനി അനി നന്ദുവിനെ താങ്ങിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ അറിയാതെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അന്തമിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നത്, എന്താ അനി ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി ചോദിക്കുകയാണ്, അങ്കിള് എന്നെ കണ്ടിട്ട് പരിഭ്രാന്തിപ്പെടാനൊന്നും വേണ്ട, ഞാൻ വന്ന സമയത്തിന് നന്ദുവിന് ഒരു ഞെട്ടലായിരുന്നു. പിന്നെ നിങ്ങളാരും വിചാരിക്കുന്ന കണക്ക് മറ്റൊന്നിനുമല്ല ഞാൻ വന്നത് വിവാഹത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ ഇവക്കൊരു സാരി ഞാൻ മേടിച്ചു, അത് ഇവക്ക് കൊടുക്കാനായിട്ട് വന്നതാണ്. ആദർശേട്ടൻ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നെന്ന് എനിക്കറിയാം, എന്നാലും ഇവളെൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ ഇവക്കും കൂടി വേണ്ടിയിട്ട് മേടിച്ചത് കൊണ്ട് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങളെ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേരും 2 ദിവസം മുമ്പ് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അങ്ങനെ വരില്ല എന്ന് മനസ്സിലായി. പക്ഷേ തലേ ദിവസം ഉറപ്പായിട്ടും വരണം. നന്ദു ഈ സാരി ഉണ്ടല്ലോ ഞാൻ കൊണ്ടു കൊടുത്ത, ഈ സാരി ഉടുത്തിട്ട് എന്നെ വരണമെന്ന് നന്ദുവിനോട് പറയണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അനി യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അനി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുകയാണ്, സത്യത്തിൽ എന്താ മോളെ ഉണ്ടായത്, ശരിക്കും പറയുകയാണെങ്കിൽ അനി എന്താ പറഞ്ഞത്, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പം നന്ദു പറയാണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛാ, അച്ഛനോട് അനി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അനി എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം അനി പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദു മുറിക്കകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അനി കൊടുത്ത സാരി ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ സാരിയിൽ മുഖം അമർത്തി നമ്മുടെ നന്ദു പൊട്ടി കരയുകയാണ്. അതേസമയം നമ്മുടെ അനി ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അനി കരയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വരികയാണ്. അങ്ങനെ നന്ദു വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയാണ്, എടി സത്യം പറ, നിനക്ക് നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എങ്കിൽ പിന്നെ നീ എന്താ അനന്തപുരിയിൽ പോയി നിൽക്കാത്തത്, വിവാഹമൊക്കെ അടുത്തില്ലേ, നിൻ്റെ അമ്മയും അവിടെ തന്നെയാണ്, പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം നന്ദു പറയണതേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ, എൻ്റെ 2 ചേച്ചിമാരും അവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇനി അമ്മ പെട്ടെന്ന് എന്നെ അങ്ങ് പോകും, എന്നാലും ഞാനും കൂടി അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെടാത്ത പലരും ഉണ്ട്, പിന്നെ അവരെയൊക്കെ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട് പറയണം, നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ നന്ദു, നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം കേട്ടോ, നീ ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നന്ദു പറയണേ, എന്തിനാ വെറുതെ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എനിക്ക് അനിയോട് അങ്ങനെയൊന്നുമില്ലെന്ന്, വെറുതെ ആവശ്യമില്ലാതെ ഇനി ഈ വിഷയം എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടാന്ന് വെച്ച് കളയും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പറയണേ, ഉവ്വേ നിനക്കൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരന്മാർ പോവുകയാണ്. അങ്ങനെ നന്ദുവിന് വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നന്ദു അകത്തേക്ക് കയറി ഗേറ്റ് അങ്ങ് പൂട്ടുകയാണ്. അതിനുശേഷമെന്ന് വെച്ചാൽ നമ്മുടെ നയന തന്നെത്താനെ ഇരുന്ന് സ്റ്റെപ്പിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് നയന. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആദർശ് അങ്ങോട്ട് വന്നിട്ട് നയന തന്നെത്താനെ ചിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്തിനാ നയന നീ ഇങ്ങനെ തനിയെ ചിരിക്കുന്നത്, നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? അപ്പോൾ നയന പറയണം, ഒന്നുമില്ല ആദർശ് ചേട്ടാ, ചിലതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ചിരി വരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ നയനയോട് ആദർശ് ചോദിക്കുകയാണ്, എന്തിനാ ചിരി വരുന്നത്, നീ ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ എന്താ നടന്നത്? നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓർമ്മിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ആദർശ് ഇങ്ങനെ ഭയങ്കര ഗമയിൽ പാചകമൊക്കെ ആദർശാണ് ചെയ്തതെന്നുള്ള ജാടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മുത്തച്ഛൻ വന്നിട്ട് പറയണ്, ഇവൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കേണ്ട കേട്ടോ, ഈ പാചകം മുഴുവൻ ചെയ്തിരിക്കുന്നതേ വന്ന പാചക കുലപതി നിൽക്കുന്നു, ഇദ്ദേഹമാണ് എല്ലാം ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ പിള്ള സാറിനെ കാണിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയന ചെന്നിട്ട് പിള്ള സാറിൻ്റെ അടുത്ത് പറയണേ, ഞാൻ ഒരുപാട് നാളുകൊണ്ടേ കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ് സാറ്,
സാർ എനിക്കൊപ്പം നിന്നൊരു സെൽഫി എടുക്കാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നൊരു സെൽഫി എടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ പിള്ള സാറ് പറയുകയാണ് അതിനെന്താ, എത്ര സെൽഫി വേണമെങ്കിലും എടുക്കാമല്ലോ, എന്തായാലും വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വേറെ 3-4 ഷോറൂമിൻ്റെ ഉദ്ഘാടനമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പിള്ള സാറിനെ ചേർന്ന് നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നയന പറയുകയാണ് സാറിൻ്റെ പാചകത്തെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ, എനിക്ക് സാറിനെ കണ്ടത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ആണ് നമ്മുടെ നയന ഇങ്ങനെ സ്റ്റെപ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ആദർശ് വന്ന് ചോദിക്കുമ്പോൾ ഇത് ഓർക്കുന്നതും. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഇതിനു വേണ്ടി ചിരിക്കാൻ കാര്യം എന്താണ്? എന്തൊരൊക്കെ വീരവാദം വരുന്ന ആദർശേട്ടൻ പറഞ്ഞത്. സ്വന്തമായിട്ട് പാചകം ചെയ്തു, ആകെ ചമ്മി നാറിക്കോളായില്ലേ ആദർശേട്ടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണേ ഏയ് അത്ര ചമ്മലൊന്നുമില്ല, ഇപ്പോൾ ചമ്മുന്ന എന്തിനാണ്, അതിപ്പോൾ ആർക്കായാലും ഒരബദ്ധമൊക്കെ പറ്റും. പിന്നീട് എന്തായാലും പാചകം എന്തായാലും സൂപ്പറായിരുന്നില്ലേ? പാചകം സൂപ്പർ തന്നെയായിരുന്നു, എന്തായാലും അത് ആദർശേട്ടൻ വെച്ചതൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ ഞാനിങ്ങനെ ചതിക്കുമെന്ന് ആദർശേട്ടൻ വിചാരിച്ചില്ലായിരുന്നു അല്ലേ? നീ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫോണും കട്ട് ചെയ്തിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ആദർശേട്ടൻ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യം വന്ന് ആദർശേട്ടൻ എന്നെ വെല്ലുവിളിക്കുന്ന കണക്കില്ലേ സംസാരിച്ചത് എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശ് പറയണം അതെ, അത് വെറുതെ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞതാണ്, നീ പെട്ടെന്ന് വയലൻ്റ് ആയിട്ട് ഫോൺ കട്ട് ചെയ്യുന്നൊന്നും ഞാൻ കരുതിയില്ല എന്നിങ്ങനെ ആദർശ് പറയണം. അതിനുശേഷം ആദർശ് പറയണം അതെ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു സത്യം ഞാൻ തുറന്നു പറയട്ടെ, നിനക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോഴേ നല്ല ഭംഗിയുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ആ ഡ്രസ്സ് ചേരുന്നില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞതോ? എടി മണ്ടി, അത് നിന്നെ ഒന്ന് കോള് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നിന്നെ ഒന്ന് മൂപ്പിക്കാൻ ശ്രമിച്ചതല്ലേ, നിനക്കത് മനസ്സിലായില്ലായിരുന്നോ? ഇല്ല ആദർശേട്ടാ, എനിക്ക് മനസ്സിലായില്ല. എന്നാലേ നിനക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് വളരെ ഭംഗിയുണ്ടായിരുന്നു, ഇവിടെയുള്ള മറ്റുള്ളവരെക്കാളും എല്ലാവരെക്കാളും ഭംഗിയുണ്ടായിരുന്നു നിനക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട്. പിന്നെ ഇനി മുതലുണ്ടല്ലോ വല്ലപ്പോഴും ഒക്കെ അതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാൽ മതി. ഇനി സാരിയൊന്നും അങ്ങനെ അധികം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് തന്നെയാണ് നയനെ നല്ല ഭംഗി. ഞാൻ ആദർശേട്ടന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് വന്നുടനെ അത് മാറ്റിയിട്ട് ഈ സാരി വാരി ചുറ്റിയത്. അപ്പോൾ ആദർശ് പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി നിനക്ക് ഇതുപോലെയൊക്കെയുള്ള ഡ്രസ്സുകളും ഒക്കെ ഉടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങണം, അപ്പോൾ അത് വളരെ ഭംഗിയായിരിക്കും നിന്നെ കാണാൻ എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.